ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് മുമ്പുള്ള വീഡിയോ ഞാൻ പറഞ്ഞത് നമ്മൾ ഓസ്ട്രേലിയൻ PR-ന് വേണ്ടിയിട്ടുള്ള IELTS-ൻ്റെ ആവശ്യകതയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ IELTS എടുക്കുന്നതെന്നും അത് എടുത്താൽ എന്തെല്ലാം പ്രൊസീജിയറിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത്തവണ ഞാൻ പറയാൻ പോകുന്നത് സ്കിൽ അസസ്മെൻ്റ് ആണ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഒരു സ്കിൽ അസസ്മെൻറ്റ്. IELTS എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൽ അസസ് ചെയ്ത് കഴിഞ്ഞാൽ ആണ് നമുക്ക് ഒരു 15 പോയിൻറ്റ്സ്, നമ്മൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിൽ 15 പോയിൻറ്റ്സ് കിട്ടാനായിട്ടുള്ളൊരു വകുപ്പുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനീയേഴ്സ് അല്ലെങ്കിൽ ആരായാലും ഓസ്ട്രേലിയൻ ഗവൺമെൻറ് പല ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എൻജിനീയേഴ്സ് ഓസ്ട്രേലിയ, വെറ്റസിസ്, ACS അങ്ങനെയുള്ള പല ഏജൻസീസിനെ നമ്മുടെ എൻജിനീയറിംഗ് ഡിഗ്രി ഓർ നമ്മൾ ചെയ്യുന്ന പ്രൊഫഷൻ ഇക്വലൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. സോ നമ്മുടെ ഏജൻസി ആരാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് നമ്മൾ അതിനകത്ത് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ 15 പോയിൻറ്റ് സ്കോർ മേടിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ളത് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള കാര്യങ്ങൾ കിട്ടുന്നതാണ്. എന്ത് ഹെൽപ്പിന് വേണ്ടിയിട്ടും ഞാൻ പറഞ്ഞു തരാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഗൈസ്.